രാത്രി ആനിന് കിടന്നിട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഇല്ലേൽ മുത്തശ്ശി ചേർത്ത് പിടിച്ച് കിടന്നാൽ എപ്പോൾ ഉറങ്ങിയെന്ന് ചോദിച്ചാൽ മതി. ഇതിപ്പോൾ കണ്ണടിച്ച മുന്നിൽ തെളിയുന്നത് ദീവേട്ടയുടെ മുഖം മാത്രം. ഇന്നാളെ നേരെ കണ്ടതുപോലുമില്ല. ഡിന്നർ കൂട്ടുകാരൊത്ത് കഴിച്ചത് കാരണം ഭക്ഷണം കഴിക്കാൻ പോലും ആൾ വന്നില്ല. ഇല്ലേൽ ആളെ അന്നേരം കാണുമായിരുന്നു. ഇപ്പോൾ ഉറങ്ങിക്കാണോ? ഒന്ന് പോയി നോക്കിയാലോ? അത് മനസ്സിൽ കരുതി ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ എഴുന്നേറ്റ് മുത്തശ്ശി ഒന്ന് നോക്കി. അന്നേരം അവർ നല്ല ഉറക്കത്തിലായിരുന്നു. പാതി ചാരിയിരുന്ന വാതിൽ മെല്ലെ തുറന്ന് സ്റ്റെയർ കയറി ദേവന്റെ മുറിയുടെ വെളിയിലെത്തി. മുറിയുടെ ഡോർ അടച്ചിരുന്നു. ഇനിയിപ്പോൾ അകത്ത് നിന്ന് പൂട്ടിക്കാണോ എന്ന് മനസ്സിൽ പറഞ്ഞ് ലോക്ക് പതിയെ താഴ്ത്തി. പക്ഷെ ഡോർ ലോക്കല്ലായിരുന്നു. ഇനിയിപ്പോൾ തന്നെ ആരും കാണണ്ടല്ലോ എന്ന് കരുതി അവൾ ഡോർ അടച്ചു. പക്ഷെ ലോക്കിട്ടില്ല. ഒച്ചയുണ്ടാക്കാതെ അവൻ്റെ ബെഡിനരികിൽ ചെന്നു. അന്നേരം അവനാണെങ്കിൽ ഇട്ടിരുന്ന ഡ്രസ്സ് മാറാതെ ഷൂസും സോക്സും അതുപോലും മാറ്റാതെ ബെഡിൽ മലർന്നു കിടക്കുന്നു. കണ്ടാലറിയാം ആൾ നല്ല പോലെ വീശിയിട്ടുണ്ടെന്ന്. മുത്തശ്ശി പറഞ്ഞിട്ടുള്ള അറിവായിരുന്നു, സന്തോഷം വന്നാലും സങ്കടം വന്നാലും ആൾ നല്ലോണം വീശുമെന്ന്. ഇതിപ്പോൾ സന്തോഷമോ സങ്കടമോ എന്താണാവോ? അതും സ്വയം പറഞ്ഞു ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ഉറങ്ങുമ്പോൾ എന്ത് നിഷ്കളങ്കതയാണ് ആ മുഖത്ത്. പക്ഷെ ഉണർന്നിരിക്കുമ്പോഴോ താനി കാട്ടാളൻ. അതും പതിയെ പറഞ്ഞ് അവൻ്റെ ഷൂസും സോക്സും കയ്യിലെ വാച്ചുമൊക്കെയും അഴിച്ചു മാറ്റി ബെഡിൽ നേരെ കിടത്തി. ഷർട്ടിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ എടുത്ത് വാർഡ്രോബിനോട് ചേർന്നുള്ള സൈഡ് ടേബിളിൽ വെച്ചു. ശേഷം അവനരികിൽ ഒച്ചയുണ്ടാക്കാതെ ചെന്നിരുന്നു. മുടിയിലൂടെ ഒന്ന് വിരലൊടിച്ചു. ഉറങ്ങുന്നത് കണ്ടില്ലേ ദുഷ്ടൻ. താലി കെട്ടിക്കൊണ്ടുവന്നല്ലാതെ എന്നെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ? എവിടെ നിന്നുണ്ടാവാനല്ലേ? എന്നോട് വെറുപ്പല്ലേ? നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ വന്ന പെണ്ണായിട്ടല്ലേ എന്നെ കാണുന്നത്? എല്ലാ കഥയും അറിഞ്ഞപ്പോൾ ഉള്ളിൽ എവിടെയോ ഒരിഷ്ടം തോന്നിപ്പോയി. അതാണിപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഇല്ലേ ഞാൻ എൻ്റെ പാട്ടിന് പോയേനെ എന്നും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ നേരാണ് അവനവളെ കയ്യിൽ പിടിച്ച് ബെഡിലേക്ക് വലിച്ചിടുന്നത്. ആനാണെങ്കിൽ സംഭവിച്ചത് എന്തെന്ന് പോലും അറിയാതെ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഇതാരാ? അന്നമ്മയോ? ബെഡിൽ ചരിഞ്ഞു കിടന്നുകൊണ്ട് അവളെ ഇറുകെ പുണർന്നുകൊണ്ട് അവൻ ചോദിച്ചതും മദ്യത്തിൻ്റെ ഗന്ധം അവളുടെ മൂക്കിൽ തുളച്ചു കയറി. അതിഷ്ടപ്പെടാഞ്ഞതും അവൾ മുഖം ചെരിച്ചു. ദേവേട്ട എന്താ ഇത് കാണിക്കുന്നത്? വീട്ട് ഞാൻ പോട്ടെ. പോണുന്നോ? പിന്നെ അന്നമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അന്നമ്മക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? ആണ്, എനിക്കറിയാം. പക്ഷേ അന്നമ്മയെ എനിക്കിഷ്ടമല്ലല്ലോ. ആ ശിവന്യവും പിന്നെ ഞാൻ കെട്ടാനിരുന്ന പെണ്ണും എല്ലാവരും എന്നെ പറ്റിച്ചില്ലേ? അതുപോലെ അന്നമ്മയും എന്നെ പറ്റിക്കും. അതാ എനിക്ക് അന്നമ്മയെ സ്നേഹിക്കാൻ പറ്റാഞ്ഞത്. ഇനിയൊരു ദുരന്തം ഏറ്റുവാങ്ങാൻ എനിക്ക് വയ്യ. അന്നമ്മ സുന്ദരിയാട്ടോ, ആരാരും നോക്കിപ്പോകുന്ന സുന്ദരി. പക്ഷെ എനിക്ക് പേടിയാ. വീണ്ടും അവനവളെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു. നാക്ക് കുഴഞ്ഞു പാതി ബോധത്തിൽ എന്ന പോലെ ദേവൻ ഓരോന്ന് വിളിച്ച് പറയുന്നുണ്ട്. നിനക്കറിയോ എന്നെ കൊച്ചേ, ശിവനെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന്. അവൾക്കും എൻ്റെ ജീവനായിരുന്നു. പക്ഷെ അവൾ ഒരു ദിവസം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവളെന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന്. അവൾക്ക് പ്രണയം റാമിനോടാണെന്ന്. കഴിവേറിയുടെ മോൾ റാം. അവനാരാന്നറിയോ നിനക്ക്? എനിക്കവനില്ലായിരുന്നു. കൂട്ടുകാരനും കൂടപ്പിറപ്പും എല്ലാം. അവനിപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അന്നേരം അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അന്ന് ഞാൻ ഒരുപാട് കുടിച്ചു. അന്നാണ് ദേവൻ ആദ്യമായി മദ്യത്തിൻ്റെ രുചി അറിയുന്നത്. പിന്നീട് അവനെ ഞാൻ കൂടെ കൂട്ടി. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ദേവൻ കുടിക്കും. മൂക്കറ്റം കുടിക്കും. ഇന്നും കുടിച്ചു. ഇന്ന് കുടിച്ചത് എന്തിനാണെന്നറിയോ അന്നക്കൊച്ചേ? അന്നക്കൊച്ചേ, സന്തോഷം കൊണ്ടാണ്. ആ സന്തോഷം എന്തിനാണെന്നറിയോ? അവളുടെ മുഖത്ത് താടി കൊണ്ട് ഉരസിക്കൊണ്ട് അവൻ ചോദിച്ചു. അവൻ്റെ താടി രോമങ്ങൾ അവളുടെ മുഖത്ത് അമർന്നതും അവളിൽ വിറയലുണ്ടാക്കി. പറ എൻ്റെ കൊച്ചേ. അവളുടെ കവിളിൽ അവൻ്റെ കടി വീണതും അവൾ ആ എന്നൊരു ശബ്ദത്തോടെ അവനൊന്ന് നോക്കി. എനിക്കറിയില്ല, അവൾ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. എന്നാൽ ഞാൻ തന്നെ പറയാം. അവളില്ലേ ആ ശിവന്യ, അവളിന്ന് ഓഫീസിൽ വന്നിരുന്നു. എന്തിനാണെന്ന് ചോദിക്കാൻ എൻ്റെ കൊച്ചേ. എന്തിനാ? വേറെ നിവൃത്തിയില്ലാതെ അവൻ പറഞ്ഞതുപോലെ ചോദിച്ചു. അവൻ പറഞ്ഞിട്ട് ചോദിച്ചതാണെങ്കിലും അവൾക്കും അറിയണമായിരുന്നു എന്തിനാ അവൾ വീണ്ടും ദേവനെ കാണാൻ വന്നതെന്ന്. ആളുടെ മുൻ കാമുകയായിരുന്നു എന്നവൾക്ക് അവൻ്റെ സംസാരത്തിലൂടെ മനസ്സിലായി. പക്ഷെ അവൾ വീണ്ടും വന്നു. അതുമല്ല, ദേവൻ സന്തോഷത്തിലാണെന്ന് കുടിച്ചതെന്നൊക്കെ കേട്ടപ്പോൾ ആണിൻ്റെ ഉള്ളിൽ നീറാൻ തുടങ്ങി. എന്തിനാ അവൾ വന്നത്? ഞാൻ അക്കാര്യം മറന്നുപോയല്ലോ. ഞാൻ നാളെ ഓർമ്മ വന്നാൽ പറഞ്ഞു തരാവേ എന്നും പറഞ്ഞ് അവളുടെ വയറിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ദേവേട്ട എന്തായി കാണിക്കുന്നത്? വിടൂന്നേ. വീട് ഞാൻ പോട്ടെ ദേവേട്ട. അവൾ കഴിവിൻ്റെ പരമാവധി അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചു. അത് പറ്റില്ല. ഇന്ന് ഞാൻ നിന്നെ എങ്ങോട്ടും വിടില്ല. എനിക്ക് നിന്നെ ഇതുപോലെ കെട്ടിപ്പിടിച്ചുറങ്ങണം എന്നും പറഞ്ഞ് അവളുടെ മേലിയായി അമർന്നു. ആള് നല്ല ഫിറ്റാണ്. എന്താണ് പറയുന്നതെന്ന് ആൾക്ക് തന്നെ ബോധമില്ല. അതും മനസ്സിൽ കരുതി അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കി.
പക്ഷെ അവൻ്റെ പിടി അവളിൽ ഒന്നുകൂടി മുറുകിയതും അവൻ അവളെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി. അന്ന കൊച്ചേ, ഞാൻ നല്ല ഫിറ്റാണല്ലേ, പക്ഷേ എൻ്റെ ബോധം മുഴുവനായും പോയിട്ടില്ല. അതുകൊണ്ട് മര്യാദക്ക് ഞാൻ പറയുന്നതനുസരിച്ചാൽ നിനക്ക് കൊള്ളാം. കള്ളു കുടിച്ചാലേ എൻ്റെ സ്വഭാവം ചിലപ്പോൾ എനിക്ക് തന്നെ പിടിക്കാറില്ല. വെറുതെ എന്നെ കൂതറയാക്കരുത്. നല്ല കുട്ടിയായി ഇന്ന് ഇവിടെ കിടന്നാൽ ഞാനും ഡീസൻ്റ് ആവും. ഇല്ല, എനിക്ക് നിങ്ങളുടെ കൂടെ കിടക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ല. നിന്നെ ഇന്നിവിടെ പിടിച്ചു നിർത്തുന്നത് നിന്റെ കൂടെ റൊമാൻസ് കളിക്കാനൊന്നുമല്ല. അവൻ അവളുടെ തലമുടിയുടെ നേരെ മൂക്കടിപ്പിച്ചു. അവളിലെ ആ ഗന്ധം അവൻ മതി വരാതെ ഉള്ളിലേക്ക് ആവാഹിച്ചു. ഈ ഗന്ധം ഇതെനിക്കെന്നും പ്രിയപ്പെട്ടതായിരുന്നു. നിനക്കറിയാം അമ്മ, എൻ്റെ അമ്മയ്ക്ക് ഇതേ ചന്ദനപ്പൂവിൻ്റെ ഗന്ധമായിരുന്നു. അവൻ ഒന്നുകൂടി അവളുടെ ഗന്ധം ആസ്വദിച്ചു. എന്തൊരു മണമാണ് നിന്റെ തലമുടിക്ക്. ഇതേ മണം എൻ്റെ അമ്മയുടെ സാന്നിധ്യം ഇതിലൂടെ ഞാൻ അനുഭവിച്ചറിയുന്നു. അമ്മ അടുത്തുള്ളതുപോലെ, അമ്മയുടെ നെഞ്ചോട് ചേർന്നുറങ്ങുന്നത് പോലെ നേരം പുലരുവോളം എനിക്ക് ഈ ഗന്ധം ആസ്വദിച്ചുറങ്ങണം എന്നും പറഞ്ഞ് അവളുടെ മാറോട് പറ്റിച്ചേർന്ന് കിടന്നു. അവൻ്റെ ദൃഢമായ ശരീരം അവളുടെ മേലെ അമർന്നതും അവൾക്ക് ഒന്ന് അനങ്ങാൻ പോലും പറ്റിയില്ല. മാതാവേ, ഇനി എന്ത് ചെയ്യും? മുത്തശ്ശി എങ്ങാൻ എഴുന്നേറ്റിന് കാണാതെ വന്നാൽ അയ്യോ, ആകെ നാണക്കേടാവും. പാണ്ടി ലോറിക്കിടയിൽ പെട്ടതുപോലുള്ള അവസ്ഥയായിരുന്നു അവളുടേത്. എൻ്റെ മാതാവേ, ഇങ്ങേർക്ക് എന്തൊരു വെയിറ്റാ! മിക്കവാറും രാവിലെ ആകുമ്പോഴേക്കും എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. അവനുറങ്ങിക്കഴിഞ്ഞതും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേക്കാം എന്നവൾ കരുതിയതും അട്ട പിടിച്ചതുപോലെ അവൻ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കിടന്ന് നേരം വെളുപ്പിക്കുക, അതേ രക്ഷയുള്ളൂ. രാവിലെ ദേവേട്ടൻ ജോഗിങ്ങിന് പോവാൻ നേരം മുത്തശ്ശിയുടെ മുറിയിൽ പോയി കിടക്കാം. മുത്തശ്ശി എന്നും വൈകിയാണല്ലോ ഉണരാറുള്ളത്. അതും മനസ്സിൽ പറഞ്ഞ് അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അവൾക്ക് ഉറങ്ങാനേ പറ്റിയില്ല. അവസാനം അവൾ എങ്ങനെയൊക്കെയും നിദ്രയെ പുൽകി. പതിവിലും വിപരീതമായി മുത്തശ്ശിയാണ് രാവിലെ എഴുന്നേറ്റത്. അടുത്ത ആനിനെ കാണാഞ്ഞപ്പോൾ നേരത്തെ എഴുന്നേറ്റ് കാണും എന്ന് കരുതി അടുക്കളയിൽ ചെന്നു. അവൾ അവിടെയും കാണാത്തതുകൊണ്ട് അവിടെയൊക്കെ മൊത്തം അന്വേഷിച്ചു. ശേഷം ദേവിനോട് കാര്യം പറഞ്ഞേക്കാം എന്ന് കരുതി മുറിയുടെ ഡോർ തുറന്ന മുത്തശ്ശി കാണുന്നത് ഒരുമിച്ച് ഒരു കട്ടിലിൽ പരസ്പരം ഇറുകെ പുണർന്നു കിടക്കുന്ന ദേവിനെയും ആനിനെയാണ്. ആദ്യം അവരുടെ മുഖത്ത് ചെറിയ സംശയവും പരിഭവവും ഒക്കെ വന്ന് നിറഞ്ഞുവെങ്കിലും വൈകാതെ അത് നിറഞ്ഞ പുഞ്ചരിയായി മാറി. ഡോറടിച്ച് മുത്തശ്ശി മുറിവിട്ടിറങ്ങി. ഈശ്വര ഭഗവാനെ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. ആ കുട്ടിയെ കാണാത്തപ്പോൾ ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചു. ആ കുട്ടിക്ക് ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നില്ലേ, അത് ആദ്യത്തിന് പരിഭവം തോന്നിയത്. ഇപ്പം തനിക്ക് സന്തോഷമായി. രണ്ടുപേരും ഒന്നായി കണ്ടല്ലോ. അതും മനസ്സിൽ കരുതി മുത്തശ്ശി താഴേക്ക് പോയി. ദേവൻ കണ്ണ് വലിച്ചു തുറന്നതും തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നവളുടെ നിഷ്കളങ്കത നിറഞ്ഞ മുഖം കണ്ടു ഒരു നിമിഷം നോക്കി നിന്നുവെങ്കിലും തൊട്ടടുത്ത നിമിഷം അവൻ്റെ മുഖത്ത് ദേഷ്യം നുരഞ്ഞു പൊന്തി. അവളെ നെഞ്ചിൽ നിന്ന് വലിച്ച് താഴേക്കിടാനാണ് അന്നേരം അവന് തോന്നിയത്. പക്ഷെ തൻ്റെ ആവശ്യവും ഇതാണല്ലോ, അവളെ തൻ്റെ മുറിയിൽ എത്തിക്കുക, മുത്തശ്ശിയുടെ മുന്നിൽ അഭിനയിക്കുക. പക്ഷെ ഇതെങ്ങനെ? ഇന്നലെ രാത്രി ബോധം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ താനിവളെ വല്ലതും ചെയ്തു കാണുമോ? പ്രത്യക്ഷത്തിൽ അവൾക്ക് ഒരു കേടുപാടും കാണുന്നില്ല, അതുകൊണ്ട് അങ്ങനൊന്നും ഉണ്ടാവില്ല. എന്നാലും എന്ത് ധൈര്യത്തിലെ അപ്പൻ എൻ്റെ കൂടെ കയറി കിടന്നത്? ഇടിച്ച് മോതയുടെ ഷേപ്പ് മാറ്റിയേനെ. പക്ഷെ ഇപ്പോൾ പാടില്ല. സമാധാനത്തോടെ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം എന്ന് മനസ്സിൽ പറഞ്ഞു അവളുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി. ഓളാ തട്ടയിട്ട് വന്നാലുണ്ടല്ലോ എൻ്റെ സാറേ, പിന്നെ നമുക്ക് ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് നിവിൻ പോളി പറഞ്ഞതുപോലെ അന്നേരം ദേവിൻ്റെ അവസ്ഥ അതുപോലെ ആയിപ്പോയി. അവളുടെ മുഖത്ത് നോക്കിയതും ദേവൻ ചുറ്റുള്ളതൊക്കെ ഒന്ന് വിസ്മരിച്ചു പോയി. അവൻ അവളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ തുടങ്ങി. അവളുടെ കഴുത്തിൻ്റെ ഒരു വശത്തെ ഒരു കറുത്ത കുഞ്ഞു മറുകുണ്ട്. ആരെയും ഒറ്റ നോട്ടത്തിൽ ആകർഷിക്കാൻ അതിന് കഴിവുണ്ടെന്ന് അവന് തോന്നി. കഴുത്തിൽ കിടക്കുന്ന താലിമാല കണ്ടതും ദേവൻ തല കുടഞ്ഞ് നോട്ടം മാറ്റി. ഒന്ന് ദീർഘമായി നിശ്വസിച്ച ശേഷം അവളുടെ കവളിൽ ഒരു കുഞ്ഞു കടി കൊടുത്തു. അവളെ ചെറുതായി വേദനിപ്പിച്ചു. ആ ചെറുനോവിൽ ഉറക്കത്തിനേറ്റ ഭംഗം എന്ന പോലെ അവൾ മുഖം ചുളിച്ചു. കണ്ണുകൾ തുറന്നതും തന്നെ നിയമച്ചിമാതെ നോക്കുന്നവനെ കണ്ടു അവൾ പിടച്ചിലൂടെ എഴുന്നേറ്റു. കർത്താവേ, ഞാൻ നേരം വെളുക്കും വരെ ഇങ്ങനെയായിരുന്നു. ഷോ, ഇനിയിപ്പോൾ എന്നെ തെറ്റിദ്ധരിച്ച് കാണുമോ? ഇന്നലെ നടന്നത് എന്തെങ്കിലും ഓർമ്മ കാണുമോ ആവോ? ആൻ വിചാരിക്കുവാണ് കേട്ടോ. അവളുടെ മുഖത്ത് പലതരത്തിലുള്ള ക്യൂട്ട് എക്സ്പ്രഷൻസ് വിരിയുന്നുണ്ട്. അവളുടെ മുഖത്ത് മിന്നിമായുന്ന ഭാവവ്യത്യാസങ്ങൾ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഓ, എക്സ്പ്രഷൻ ക്യൂട്ട്, സോ ക്യൂട്ട്. അവനത് മനസ്സിൽ പറഞ്ഞു. ശേഷം ഗൗരവത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞു ചോദിച്ചു, നീ എന്താ ഇവിടെ? കൊള്ളാം, താൻ പ്രതീക്ഷിച്ച തന്നെ എന്നും മനസ്സിൽ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ നിന്നു. ചോദിച്ചത് കേട്ടില്ല എന്നുണ്ടോ? നീ എങ്ങനെ എൻ്റെ ബെഡിലെത്തി? എന്തൊരു സുഖനിദ്ര. അത് നിങ്ങൾ തന്നെയല്ലേ എന്നെ ഇവിടെ പിടിച്ചു കിടത്തിയത്? ഞാനോ? ആ, നിങ്ങൾ തന്നെ. ഞാൻ മുത്തശ്ശിയുടെ മുറി വന്ന് നിന്നെ പൊക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ? അല്ല, പിന്നെ അത് ഞാൻ. വാ തുറന്ന് പറയുന്നുണ്ടോ? അവൻ്റെ ശബ്ദം ഉയർന്നതും അവൾ പേടിച്ചു പറഞ്ഞു, ഞാനിവിടെ വന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചു വലിച്ച് ബെഡിലേക്ക് തള്ളിയിട്ടത്. അന്നേരം എനിക്ക് അനങ്ങാൻ പോലും പറ്റിയില്ല, അതാ ഞാൻ. അവനൊന്ന് അമർത്തി മൂളി. നീ എന്തിനാ എല്ലാവരും കിടന്ന ശേഷം ഇങ്ങോട്ട് വന്നത്?
അത് ഞാൻ ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഈ സംസാര രീതി തീരെ ഇഷ്ടമില്ലെന്ന്. കുത്തും കോമയും വേണമെന്നില്ല. പറ, എന്തിനിങ്ങോട്ട് വന്നു? അത് ഞാൻ ഇന്നലെ നിങ്ങളെ കണ്ടതേയില്ല. അപ്പോൾ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരാതെയായി അങ്ങനെ വന്നതാ. ഓ, എന്നെ കാണാതിരിക്കാൻ പോലും വയ്യ എന്നായോ? മതി മതി, ഇനി പോവാൻ നോക്ക്, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. അവളെ എഴുന്നേറ്റ് പോവാനൊരുങ്ങി. രണ്ടടി വെച്ചതും ഒന്ന് നിന്നു. എന്നിട്ട് തിരിഞ്ഞ് അവനെ നോക്കി ചോദിച്ചു, ആരായി ശിവന്യ? അത് കേട്ടതും അവൻ്റെ മുഖത്ത് ദേഷ്യം വന്ന് നിറയുന്നത് അവൾ ശ്രദ്ധിച്ചു. അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല. അതിന് നീ എൻ്റെ ആരാ? ഇന്നലെ രാത്രി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എന്തൊരു സ്നേഹമായിരുന്നു. അവളെ നിരത്തെ സങ്കടത്തിൽ പറഞ്ഞതേ കുറച്ച് ഉറക്കെയായിപ്പോയി. ആ ദേവൻ കേൾക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി എങ്ങനെയായിരുന്നു എന്നാ പറഞ്ഞത്? വെറുതെ ഇല്ലാകഥ പറഞ്ഞാലുണ്ടല്ലോ. ഇല്ലാകഥയൊന്നുമല്ല. ഇന്നലെ രാത്രി നിങ്ങൾ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ചന്ദനപ്പൂവിൻ്റെ ഗന്ധാണെന്ന്. അത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും നിങ്ങളുടെ അമ്മയ്ക്ക് ഈ ഗന്ധമാണ് ഞാൻ അടുത്തു വരുമ്പോൾ അമ്മ അരികിൽ വരുന്ന ഫീലാണെന്ന്. എന്നിട്ടിപ്പോൾ ഒന്നും ഓർമ്മയില്ല. അത് കേട്ടതും ദേവൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അത് കാണവേ ആനിൻ്റെ മുഖമൊന്ന് മങ്ങി. ചന്ദനപ്പൂവിൻ്റെ ഗന്ധം, അതും നിനക്ക്. വല്ല പാലപ്പൂവിൻ്റെ ഗന്ധം എന്നായിരിക്കും ഞാൻ പറഞ്ഞത്. നീ ഉറക്കച്ചടവോടെ കേട്ടതായിരിക്കും. പാലപ്പൂവിൻ്റെ ഗന്ധമുള്ള യക്ഷിയാണ് നീ. എൻ്റെ ചോര ഊറ്റി കുടിക്കാൻ വന്ന വടയക്ഷി. ഇത് കേട്ടതും അവളുടെ മുഖത്ത് ദുഃഖം നിഴലിച്ചു. അവളൊന്നും മിണ്ടാതെ നടക്കാനൊരുങ്ങി. അവളുടെ മുഖം മങ്ങിയത് ദേവൻ ശ്രദ്ധിച്ചു. പൊടുന്നനെ അവളുടെ കയ്യിൽ പിടിച്ച് നെഞ്ചിലേക്ക് ചേർക്കവേ അവളുടെ മിഴികൾ അവൻ്റെ മിഴികളുമായി ഉടക്കി. അവളുടെ കാതോരം പതിയെ ഊതിയതും അവൾ നീങ്ങിപ്പോയി. അവൻ്റെ ചുടുനിശ്വാസം പോലും അവളിൽ വിറയലുണ്ടാക്കി. തൻ്റെ സാന്നിധ്യം അവളിൽ ഉണ്ടാക്കുന്ന മാറ്റം അവൻ നോക്കി കാണുകയായിരുന്നു. അനക്കൊച്ച് വേണമെങ്കിയോ? നിനക്ക് എപ്പോൾ വേണേലും ഇനി ഇങ്ങോട്ട് വരാം. ഇനിയിപ്പോൾ മുത്തശ്ശിക്ക് കുഴപ്പമില്ലെങ്കിലേ രാത്രി ഉറക്കം ഇവിടെ ആക്കിക്കൊള്ളൂന്നേ. എനിക്ക് ഈ പാലപ്പൂവിൻ്റെ ഗന്ധം ആസ്വദിച്ചുറങ്ങുന്നതേ ഭയങ്കര ഇഷ്ടമാണ് എന്നും പറഞ്ഞ് അവളുടെ കാതിലൂടെ വിരലൊഴിച്ചു. അവൻ്റെ വിരൽ അവളുടെ കാതിൽ നിന്നും താഴെ കരിച്ചിറങ്ങി കഴുത്തിലെ മറുകിലെത്തി നിന്നു. അവൻ്റെ കൈവിരലുകളാൽ അവിടെ തഴുകിയപ്പോൾ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ കണ്ണു തുറന്നതും അവിടെ അവൻ്റെ പൊടി പോലും ഇല്ലായിരുന്നു. ലാസ്റ്റ് ഹവർ ഫ്രീ ആയതിനാൽ ആനും കൂട്ടരും മരച്ചുവട്ടിലെ സിമൻറ്റ് ബെഞ്ചിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. കൂടെ 2 ബോയ്സും ഉണ്ട്. ആനിൻ്റെയും കൂട്ടരുടെയും ഫ്രണ്ട്സാണ് ഇരുവരും. റോഷനും സ്മിത്തും, അതാണ് അവരുടെ പേര്. സെലിൻ, ലയ, ശ്രുതി, ഇവർ 3 പേരാണ് ആനിൻ്റെ ചങ്സ്. എന്നാലും സെലിനോടാണ് അവൾക്ക് ഒന്നുകൂടെ അടുപ്പം. രാവിലെ ദീപു ആണ് അവളെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. വൈകുന്നേരം സെലിൻ്റെ കൂടെയാണ് യാത്ര. അവളെ ദേവർമഠത്തിൽ ഇറക്കി സെലിൻ അവളുടെ വീട്ടിലേക്ക് പോവും. അവരുടെ കൂടെ ഇരിക്കുന്നു എന്നല്ലാതെ ആൻ അവളോട് കാര്യമായി കത്തിയടിയിലൊന്നുമല്ല. അവളുടെ മനസ്സ് നിറയെ ശിവനെ വീണ്ടും ദേവനെ തേടിയെത്തിയത് എന്തിനായിരിക്കും എന്ന ചിന്തയായിരുന്നു. എപ്പോഴെങ്കിലും ദേവേട്ടൻ തന്നെ സ്നേഹിക്കാതിരിക്കില്ല എന്ന പ്രതീക്ഷയിലായിരുന്നു അവൾ. പക്ഷെ ഇന്നലെ ദേവേട്ടൻ സന്തോഷത്തോടെയാണ് വെള്ളമടിച്ചതെന്നല്ലേ പറഞ്ഞത്. അവൾ വന്നതിൻ്റെ സന്തോഷം ആൻ കാര്യമായി ഇരുന്ന് ചിന്തിക്കുകയാണ്. അത് കണ്ടിട്ടാണ് അവളുടെ കൂട്ടുകാരൻ റോഷൻ അവളുടെ അരികിൽ വന്നിരിക്കുന്നത്. എന്തു പറ്റിയടിയാൻ? കാര്യമായ ചിന്തയിലാണല്ലോ. നീ ഇവിടെ ഇരിക്കുന്നു എന്നല്ലാതെ നിന്റെ മനസ്സ് മുഴുവൻ മറ്റെവിടെയോ ആണല്ലോ. ഒന്നുമില്ലടാ. അത് കള്ളം. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നീ ആകെ മൂഡ് ഓഫാണ്. നിന്റെ സ്വഭാവത്തിലും അപ്പിയറൻസിലും ഒരു ചേഞ്ച്. എന്തു പറ്റി? ഒന്നുമില്ലടാ, നിനക്ക് തോന്നുന്നതാ. എനിക്ക് ചെറിയ തലവേദന, അതാ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ആൻ എങ്ങനെയോ പറഞ്ഞപ്പിച്ചു. ആനിൻ്റെ കല്യാണം ദേവനുമായി കഴിഞ്ഞു എന്ന കാര്യം ശ്രുതിക്കും ലയക്കും സെലിനും മാത്രമേ അറിയുള്ളൂ. ഇതേ സമയം പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു ദേവൻ. അതിനിടയിൽ ഫോണിൽ ആരുമായോ സംസാരിക്കുന്നുണ്ട്. ആർക്കോ വേണ്ടി അവൻ്റെ കണ്ണുകൾ ക്യാമ്പസിന് ചുറ്റും അലഞ്ഞു നടക്കുന്നുണ്ട്. ഒടുവിൽ അന്വേഷിച്ചത് കണ്ടെത്തിയതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. കോൾ ഡിസ്കണക്ട് ചെയ്തവൻ മുന്നോട്ട് നടന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും ആ യാന്ത്രികമായി എഴുന്നേറ്റുന്നു. ഒന്നും പറയാനോ ചോദിക്കാനോ നിൽക്കാതെ അവൻ ആനിൻ്റെ കൈയും പിടിച്ച് ഒരു നടത്തായിരുന്നു. അവന് പിന്നിൽ ഒരു പാവയെ പോലെ അവൾ നടന്നു. കാറിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്ന് ആനിനെ കയറ്റി പിന്നാലെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ദേവൻ വണ്ടി മുന്നോട്ടെടുത്തു. വണ്ടിയുടെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ആൻ കണ്ണിറുക്കി അടച്ചു. വീണ്ടും ദേവന്റെ കാൽ ശക്തിയായി ആക്സിലറേറ്ററിൽ അമർന്നതും ഗിയറിന് മുകളിൽ വെച്ചിരുന്ന അവൻ്റെ ഇടത് കൈയിൽ അവൾ മുറുക്കി പിടിച്ചു. ദേവേട്ട പ്ലീസ്, എനിക്ക് പേടിയാവുന്നു. സ്പീഡ് കുറക്ക് ദേവേട്ട, സ്പീഡ് കുറക്കാൻ പ്ലീസ്, എനിക്ക് പേടിയാ, അതുകൊണ്ടാണ്. അത് കേട്ടതും ദേവൻ വണ്ടി സ്ലോ ചെയ്തു. അവളെ ഒന്ന് തുറച്ചു നോക്കി. എന്താ നിങ്ങൾക്ക് പറ്റിയത്? എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവളത് ചോദിച്ചതും അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. നിങ്ങളെന്തിനാ കോളേജിൽ വന്നത്? ആൻ വീണ്ടും ചോദിച്ചു. അത് കോളേജായിരുന്നോ? ഞാൻ കരുതിയേ വല്ല 5 സ്റ്റാർ ഹോട്ടലാവുന്നു. അങ്ങനെ വണ്ടി അകത്തോട്ട് തിരിച്ചതാ. അകത്ത് കയറിയപ്പോഴല്ലേ മനസ്സിലാവുന്നത് ഹോട്ടലല്ല മീൻ ചന്തയാണെന്ന്. ദേവേട്ട, ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. നിങ്ങളെ ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് കണ്ടപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ. പ്രതീക്ഷിക്കില്ലല്ലോ. ഞാൻ വന്നതുകൊണ്ടേ എനിക്ക് ചിലത് കാണാൻ പറ്റി. എന്ത് കാണാൻ പറ്റിയെന്ന്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ.
പയ്യന് ഇരിക്കാൻ എത്രയോ സ്ഥലം കിടക്കുന്നു. നിന്നെ ഒട്ടിയിരുന്നെങ്കിലേ അവന് ഇരിപ്പിറക്കുള്ളൂ. ഓ, അതായിരുന്നു കാര്യം. അതിന് നിങ്ങൾക്കെന്താ? എനിക്കെന്താണോ, ഞാൻ താലി കെട്ടിയ പെണ്ണാ നീ. അതിന് അതിന് ഞാനെന്ത് വേണം? തർക്കുത്തരം പറയാൻ മാത്രമേ ഈ നാക്ക് പോകുള്ളൂ. നിനക്ക് ഡുവൽ പേഴ്സണാലിറ്റി ഉണ്ടോ? ചില സമയത്ത് പഞ്ചപാവാണെന്ന് തോന്നും, ചില സമയത്ത് തോന്നും നീ ചിലരുടെ മുന്നിൽ മാത്രം പാവമായി അഭിനയിക്കുന്നുവെന്ന്. എനിക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഒന്നുമില്ല. ഞാൻ പഞ്ചപാവാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാറില്ല. ഒരു പക്ഷേ എൻ്റെ ഒരു കരുണത്തടിച്ച മറുകരണം കൂടി കാട്ടിക്കൊടുക്കില്ലാലും ഞാൻ കഴിവിൻ്റെ പരമാവധി അതൊക്കെ ക്ഷമിച്ചു നിൽക്കും. സഹനശക്തി കുറച്ചധികം ഉണ്ടെന്ന് കൂട്ടിക്കോ. പക്ഷേ പ്രതികരിക്കേണ്ടത് ഞാൻ പ്രതികരിച്ചിരിക്കും. ഇപ്പം നിങ്ങൾ പറഞ്ഞ താലിയുണ്ടല്ലോ, അതിന് നിങ്ങൾ എന്തെങ്കിലും വില കൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. 2 തവണ പൊട്ടിച്ചെറിയാൻ ശ്രമിച്ചതുമാണ്. ഏത് നിമിഷവും അറ്റുപോകാവുന്ന ബന്ധം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ. അതുകൊണ്ടേ ഇവിടെ താലിയുടെ കാര്യത്തിൽ ഒരു പ്രസക്തിയുമില്ല. അല്ല, ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് കൂടി പറഞ്ഞിരുന്നേൽ വലിയ ഉപകാരമായേനെ. ഇനി അതും കൂടി ഞാൻ തന്നെ പറയണോ? ഞാൻ കെട്ടിയ താലി നിന്റെ കഴുത്തിലുള്ളിടത്തോളം കാലം നീ എൻ്റെ ഭാര്യ തന്നെയാണ്. ഈ താലിയും സിന്ദൂരവും ആരും കാണാതെ ഒളിപ്പിച്ചു വെക്കേണ്ട സാധനമൊന്നുമല്ല. നീ ഇവിടെ നിന്ന് പോകും വരെയതേ നിർബന്ധമായും എല്ലാവരും കാണുകയാണിയണം. എനിക്ക് മനസ്സിലായി. ഞാൻ അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ചത് നിങ്ങൾക്ക് പിടിച്ചില്ല. ഇവിടെ മാത്രം ഭർത്താവിൻ്റെ അധികാരവും അവകാശവും കാണിച്ചാൽ പോരാ. കെട്ടിയ പെണ്ണിനെ തൻ്റെ അടുത്തോടെ മറ്റുള്ളവരുടെ മുന്നിൽ ഭാര്യയായി അംഗീകരിക്കണം. അതാണ് ആണത്തം. അല്ലാതെ ഇനിയും ഇത്തരം കാര്യം പറഞ്ഞ് എൻ്റെ മുന്നിൽ വരരുത്. തെറ്റും ശരിയും ഒക്കെയും എനിക്ക് നന്നായിട്ടറിയാം. അവനെൻ്റെ ക്ലാസ്മേറ്റാണ്. കോളേജിൽ ഇതുപോലെ അടുത്തിരിക്കലും സംസാരിക്കലും പതിവാണ്. ഒരു പക്ഷേ നിങ്ങൾ കോളേജിൽ പോകാനിട്ടാവാം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിയത്. ഞാൻ പറഞ്ഞത് കൂടിപ്പോയോ എന്ന തോന്നലൊന്നും എനിക്കില്ല. ഉള്ളതേ ഞാൻ പറഞ്ഞുള്ളൂ. ആരെയും വേദനിപ്പിക്കുന്ന തരത്തിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം, സോറി എന്നും പറഞ്ഞ് അവൾ പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു. ഓ സായിപ്പന്മാരെ, ഈ ഒരു വാക്ക് കണ്ടുപിടിച്ചതുകൊണ്ട് നിനക്കൊക്കെ ഇത് പറഞ്ഞാൽ മതിയല്ലോ. തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് അവസാനം ഒരു സോറി. ദേവൻ അവളെ ഒന്ന് പുച്ഛിച്ച് തള്ളി. പിന്നെ സൗഹൃദവും പ്രണയവും കാമവും ഒക്കെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്തൊരു ബോറൻ ക്യാരക്ടറൊന്നുമല്ല എൻ്റേത്. നമ്മൾ സുഹൃത്തായി കാണുന്ന പലരും തിരിച്ച് നമ്മളെ സുഹൃത്തായി കാണണമെന്നില്ല. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ 1000 തവണ ആലോചിക്കണം. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പിന്നെ നിനക്ക് ഈ കള്ള് കുടിക്കുകയും അടിയുണ്ടാക്കിയും വേണ്ടി വന്നാൽ കൊല്ലുകയും ചെയ്യുന്ന ദേവനാരായണനെ മാത്രമേ അറിയുള്ളൂ. അതിനപ്പുറം നിനക്ക് എന്നെപ്പറ്റി ഒന്നും അറിയില്ല. ഒന്നും. ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും നിനക്കറിയില്ല. അറിയാൻ എന്തിരിക്കുന്നു? വിദ്യാഭ്യാസ യോഗ്യത തീരെയില്ലാത്ത ഒരു പാവം വേദനിക്കുന്ന കോടീശ്വരൻ. പണവും അഹങ്കാരവും ആവശ്യത്തിൽ കൂടുതലുള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ വിഷമങ്ങൾക്ക് പുല്ലവില പോലും കൽപ്പിക്കില്ല എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. ആണിനും ശരിക്കും ദേഷ്യവും സങ്കടവും വന്നിരുന്നു. അവളുടെ സ്വഭാവം അങ്ങനെയാണ്. ദേഷ്യവും സങ്കടവും വന്നാൽ പിന്നെ അവൾ പ്രതികരിക്കും. അല്ലാത്തപ്പോൾ ആളൊരു പാവാണ്. അനാവശ്യമായി ഒന്നിലും ഇടപെടാതെ തൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു സാധാരണക്കാരി. കൊള്ളാം, നിനക്കിതുപോലെയൊക്കെ സംസാരിക്കാനൊക്കെ അറിയാമല്ലേ? നല്ലത്, വളരെ നല്ലത്. പക്ഷെ അതൊക്കെ പറയാൻ നേരം ആരോടാണ് പറയാൻ പോകുന്നത് എന്ന് കൂടി ചിന്തിക്കുന്നത് നല്ലതാ. ഇത് നിന്റെ അറിവില്ലായ്മയായി കണ്ടു ഞാൻ ക്ഷമിച്ചു. ഇനി ഇതുപോലെ എന്നോട് നാക്കിട്ടലച്ചാൽ നിന്റെ പല്ലടിച്ച് തെറിപ്പിക്കും ഞാൻ. എനിക്ക് ഇത്രയും നാൾ നിന്നോടൊരു സഹതാപമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കാരണം നിന്റെ ജീവിതം നശിച്ചു പോയല്ലോ എന്നോർത്ത്. ഇനി അതിൻ്റെ ആവശ്യമില്ല. നീ ഞാൻ വിചാരിച്ചതിനേക്കാളും മിടിക്കുക. സന്ദർഭത്തിനനുസരിച്ച് നന്നായി സംസാരിക്കുന്നുണ്ട്. പിടിച്ചു നിൽക്കാൻ നീ എന്ത് വേണമെങ്കിലും ചെയ്യും. നിങ്ങൾ എന്ത് കരുതിയാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എന്നെ വേണ്ട എന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. പക്ഷേ എനിക്ക് സമയം വേണം. കുറച്ച് ദിവസം എന്നെ സഹിച്ചേ പറ്റൂ. എൻ്റെ അവസ്ഥ അതായിപ്പോയി. എനിക്ക് പോവാൻ മറ്റൊരിടവും ഇല്ല. അതുകൊണ്ടാണ്. എന്നെ ഒന്ന് മനസ്സിലാക്കൂ പ്ലീസ്. എന്തവസ്ഥ? നീ ഇനി ജയിൽ ചാടി വന്ന കൊലപ്പുള്ളി വല്ലതും ആണോ? അല്ലെങ്കിൽ ബാങ്ക് കൊള്ളയടിച്ചിട്ടാണ് നീ ഇവിടെ വന്ന് ഒളിച്ചു താമസിക്കുന്നത്? അല്ല, അതിൻ്റെ സംസാരവും പെരുമാറ്റവും കണ്ട് ചോദിച്ചതാ. ദേവൻ അവളെ സംശയത്തോടെ നോക്കി. അവനെ ഒന്ന് തുറച്ചു നോക്കി. അവൾ ഒന്നും മിണ്ടാതിരുന്നു. അവൻ്റെ വണ്ടി ടൗണിലെ ഏറ്റവും വലിയ മാളിന് മുന്നിൽ നിർത്തി. ഇറങ്ങ്. വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങാൻ നേരം അവനവളെ നോക്കി പറഞ്ഞു. ഇവിടെയോ? ഇവിടെ എന്തിനാണ് നമ്മൾ വന്നത്? എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്, വരണമെങ്കിൽ വരാം. ഇല്ല, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോളൂ, അവൾ നിഷേധാർത്ഥത്തിൽ പറഞ്ഞു. അവനാണെങ്കിൽ കൂടുതലൊന്നും നിർബന്ധിച്ചതുമില്ല. വരുന്നില്ലെങ്കിൽ വരണ്ട എന്നും പറഞ്ഞാൽ പെട്ടെന്ന് മാളിനുള്ളിൽ കയറി. അതിനകത്ത് പോയിട്ട് ഞാനെന്ത് ചെയ്യാനാ? ചുമ്മാ പോസ്റ്റായി അവിടെ നിൽക്കാം. ഇത്രയും വലിയ മാളിനകത്ത് കയറി സ്പെൻഡ് ചെയ്യാൻ തൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. ആവശ്യത്തിന് മാത്രം കുറച്ച് ബാങ്ക് ബാലൻസ് ഉണ്ട്. ഒരു കാര്യത്തിനും അവൻ ദേവിനോട് ചോദിക്കാറില്ല. അവൻ ഇങ്ങോട്ടും ഒന്നും ചോദിക്കാറില്ല. അതിന് ഞാനാരാ? ഭക്ഷണവും താമസവും കിട്ടിയതന്നെ വലിയ ഭാഗ്യം.
അവൾ വണ്ടിയിലിരുന്ന് ഓരോന്ന് ആലോചിക്കുവാണ്. അന്നേരം അവൾക്ക് അവളുടെ പപ്പിയെ ഓർമ്മ വന്നു. പപ്പിയോട് ഫോണിൽ സംസാരിക്കുന്നതിനിടയിലാണ് കുറച്ചകലെയായി പാർക്ക് ചെയ്ത വണ്ടിക്കരികിലേക്ക് നടന്നു വരുന്നവനെ അവൾ ശ്രദ്ധിക്കുന്നത്. അവൻ ആരുമായോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അവനെ കണ്ടതും ആനിൻ്റെ മുഖത്ത് ഭയം നിഴലിച്ചു. അവളൊന്നും മിണ്ടുന്നത് കേൾക്കാനിട്ട് പപ്പ മറു സൈഡിൽ നിന്നും ഹലോ മോളെ കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നൊക്കെ ഉണ്ട്. അവൾ കോൾ കട്ട് ചെയ്ത ശേഷം ആരും കാണാത്ത പോലെ സീറ്റിൽ കുനിഞ്ഞിരുന്നു. അവൻ കോൾ അവസാനിപ്പിച്ച് വണ്ടിയിൽ കയറി വണ്ടിയും എടുത്ത് പോയി. അവൻ പോയി എന്ന് ഉറപ്പ് പറ്റിയതും ആൻ വീണ്ടും പപ്പയ്ക്ക് വിളിച്ചു. ഹലോ മോൾ, എന്ത് പറ്റിയതാ? പപ്പ അയാൾ ഇവിടെ എത്തി പപ്പ, എനിക്ക് പേടിയാവുക. ആരുടെ കാര്യം മോൾ പറയുന്നത്? അയാൾ ആ ക്രിസ്റ്റി, അയാളിപ്പോൾ എൻ്റെ തൊട്ടരികിലുണ്ടായിരുന്നു പപ്പ. പപ്പ ഞാൻ ഇപ്പോൾ കണ്ടതേ ഉള്ളൂ. പക്ഷെ അയാൾ എന്നെ കണ്ടില്ല. അയാൾ നമ്മളെ തേടിയായിരിക്കും ഇവിടെ വന്നത്. ഇനി എന്ത് ചെയ്യും പപ്പ? പപ്പ അവിടെ ഒറ്റക്ക്. മോള് പേടിക്കാതെ, അവൻ എന്നെ ഒന്നും ചെയ്യില്ല. നിന്നെ കിട്ടാതെ അവൻ എന്നെ കൊല്ലില്ല. പക്ഷെ മോൾ സൂക്ഷിക്കണം, ഒരിക്കലും പിടികൊടുക്കരുത്. നീ ഇപ്പോൾ ഉള്ളത് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ്. ഒരു കാരണവശാലും മോൾ അവിടെ വിട്ട് പോകരുത്. എനിക്കറിയാം മോൾ അവിടെ ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന്. കുറച്ചുനാൾ എല്ലാം സഹിച്ച് അവിടെ നിന്നേ പറ്റൂ. അവിടെ നിന്ന് ഇറങ്ങിയാലേ നീ അവൻ്റെ കൈ പെടും. അത് പാടില്ല. ഇല്ല പപ്പ, എൻ്റെ കാര്യം ഓർത്തേ ടെൻഷനാവാതെ, ഞാനിവിടെ സേഫാണ്. എല്ലാം ഒതുങ്ങുന്നത് വരെ ഞാനിവിടെ പിടിച്ചു നിൽക്കാം എന്നും പറഞ്ഞവൾ കോൾ ഡിസ്കണക്ട് ചെയ്തു. ഇനി അവിടെ നിൽക്കുന്നത് സേഫല്ല എന്ന് കരുതി ആൻ വണ്ടിയിൽ നിന്നിറങ്ങി മാളിനകത്ത് കയറി. ദേവിനെ അവൾ അവിടെയൊക്കെ അന്വേഷിക്കുവാണ്. ഒരു ലേഡീസ് വെയർ ഷോപ്പിൽ അവനെ കണ്ടതും അവൾ അവനരികിൽ ചെന്നു അവനോട് ചേർന്ന് നിന്നു. അവളുടെ മുഖത്തെ വെപ്രാളവും പേടിയും ദേവ് ശ്രദ്ധിച്ചിരുന്നു. എന്തുപറ്റി? നേരത്തെ വലിയ ജാട ആയിരുന്നല്ലോ. അവിടെ ഭയങ്കര ചൂടാണ്, പിന്നെ കരുതി ഇങ്ങോട്ട് വരാന്ന്. പിന്നെ അവൻ കൂടുതലൊന്നും പറയാതെ തൻ്റെ പ്രവൃത്തി തുടർന്നു. അവൻ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതും പാക്ക് ചെയ്യാൻ പറയുന്നതും ബിൽ ചെയ്യാൻ കൊടുത്തതും ഒക്കെയും കണ്ടതോടെ ആൻ ഉറപ്പിച്ചു, ഇതൊക്കെ ആ ശിവന്യക്കായിരിക്കുമെന്ന്. അല്ലാതെ വേറെ ആർക്ക് കൊടുക്കാനാ? അതുകൊണ്ട് അവളൊന്നും ചോദിച്ചില്ല. രാവിലെ എത്ര സ്നേഹത്തോടെയാണ് തന്നോട് പെരുമാറിയത്. അപ്പോൾ അതൊക്കെ ആനിൻ്റെ ചിന്തകൾ കാട് കയറി. ബില്ലടക്കാൻ പോയ ദേവൻ തിരികെ തൻ്റെ അരികിലേക്ക് മടങ്ങാൻ നേരാണ് അവന് മുന്നിലായി ഒരു മോഡേൺ വസ്ത്രധാരിയായ പെണ്ണ് വന്ന് നിൽക്കുന്നത്. ഇരുവരും സംസാരിക്കുന്നുണ്ട്. കുറച്ച് നിമിഷത്തിന് ശേഷം ദേവൻ അവളോട് ദേഷ്യപ്പെടുകയാണെന്ന് തോന്നിയ ആൻ അവരുടെ അരികിലെത്തി. ആനിനെ കണ്ടതും ദേവൻ അവളുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു അവനോട് ചേർത്ത് നിർത്തി. ഇതാണ് എൻ്റെ ഭാര്യ ആൻ, എൻ്റെ അന്നമ്മ. ലവ് മാരേജ് ആയിരുന്നു. ജാതിയും മതവും ഒന്നും നോക്കിയില്ല. ഇവൾക്കും എനിക്കും പരസ്പരം പിരിയാൻ വയ്യ എന്നായപ്പോൾ അങ്ങോട്ട് കെട്ടി. നിന്നെപ്പോലെ അധികം പ്രായമൊന്നുമില്ല, കൊച്ചു പെണ്ണാ. നോട്ടി ഗേൾ, എനിക്ക് സമയം പോകുന്നത് പോലെ അറിയില്ലെന്ന് ആനിൻ്റെ കവിളിൽ പിടിച്ച് കൊഞ്ചിച്ചു ദേവൻ പറഞ്ഞു. എന്നാൽ നമുക്കങ്ങ് പോയാലോ എന്നെ കൊച്ചേ? നമുക്കിനി കടൽ കാണാൻ പോവണ്ടേ? ദേവേട്ടൻ്റെ മടിയിൽ കിടന്ന് മോൾക്ക് കടൽക്കാറ്റ് കൊള്ളണ്ടേ? എന്നാൽ ഞങ്ങൾ പോട്ടെ ശിവന്യ അഭിറാം. ഓ സോറി, നിങ്ങൾ ഡിവോഴ്സ് ആയല്ലേ, ഞാൻ മറന്നുപോയി. ഇവൾക്ക് കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ല, ഇവളെ ക്യാരിങ് ആണ്. അതാ മോളെ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞ് ദേവൻ അവളെ ചേർത്ത് പിടിച്ചു നടന്നു. ആനാണെങ്കിൽ അവൻ്റെ പ്രവൃത്തിയും സംസാരവും കേട്ട് കിളിപ്പോയി അവനോടൊട്ട് നടക്കുവാണ്. അന്നേരം ദേവൻ വിചാരിക്കുവാണ്, താൻ പറഞ്ഞത് കള്ളാണോ സത്യമാണോ എന്നറിയാൻ ശിവന്യ ഉറപ്പായും തങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടാവും. അവളുടെ ലക്ഷ്യം മറ്റെന്തോ ആണ്. ഇന്നലെ ഓഫീസിൽ വന്ന് കരഞ്ഞ് കാല് പിടിച്ചു പറഞ്ഞു അവളെ സ്വീകരിക്കാൻ. തെറ്റ് പറ്റിപ്പോയെന്ന്, റാമെന്ന് കള്ളം പറഞ്ഞ് നമ്മളെ പിരിച്ചതാണെന്ന് അവൾ പറയുകയാ. സത്യമെല്ലാം മനസ്സിലായപ്പോൾ നിനക്ക് വേണ്ടി റാമിനെ ഉപേക്ഷിച്ചു വന്നിരിക്കുന്നു എന്ന്. അവൾക്കിപ്പോൾ ആരുമില്ലെന്ന്, ഒറ്റക്കാണെന്ന്. അവളെ ഞാൻ സ്വീകരിക്കണം പോലും. നാണമില്ലാത്തവൾ. എന്ത് ധൈര്യത്തിലാണ് അവൾ എൻ്റെ ഓഫീസിലേക്ക് കയറി വന്നത്? ഇന്നലെ ആട്ടിയോടിച്ച് വിട്ടതാണ്. അവളുടെ തകർച്ച കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞ് കുടിച്ചതാണെന്നല്ലേ. തൻ്റെ ജീവിതത്തിലെ എത്രയോ നല്ല ദിവസങ്ങളാണ് ഞാൻ അവളുടെ കാര്യം ഓർത്ത് വിഷമിച്ച് വെറുതെ കളഞ്ഞത്. പിന്നീട് അവളോടുള്ള വാശിയോടെ ജീവിതത്തെ കണ്ടു. എല്ലാം സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയെടുത്തു. നഷ്ടപ്പെടുത്തി കഴിഞ്ഞ ആ ദിവസങ്ങളെ ഓർത്തു ഞാൻ ഇന്നും പശ്ചാത്തപിക്കും. പക്ഷേ 2 തവണ പെണ്ണ് കാരണം മനസ്സ് തകർന്നപ്പോൾ ജീവിതത്തിൽ നെഗറ്റീവ് എനർജി വന്ന് നിറയാൻ തുടങ്ങി. എല്ലാത്തിനോടും വാശിയും വെറുപ്പും മാത്രം. 2 പെണ്ണുങ്ങൾ കാരണം ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളൊക്കെയും കണക്കായെന്ന് പലരുടെയും മുഖത്ത് നോക്കി വിളിച്ചു പറയുമ്പോൾ ഞാൻ മനസ്സാക്ഷിയോടെ തന്നെ ചോദിക്കും, ഞാൻ പറയുന്നതും ചെയ്യുന്നതും എല്ലാം തെറ്റല്ലേന്ന്. പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാം ശരികളായി തോന്നും. ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന്. ദേവൻ ഓരോന്ന് ആലോചിച്ചു. എസ്കലേറ്റർ ലിഫ്റ്റിലൂടെ താഴെ ഇറങ്ങി പുറത്തെത്തി. പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടും അവൾ പിറകെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ദേവൻ ആനിൻ്റെ കയ്യിൽ നിന്ന് പിടിവിടാതെ കവറുകളൊക്കെയും കാറിൻ്റെ പിൻസീറ്റിൽ വെച്ചു. ദേവേട്ട വിട്, ഞാൻ കയറട്ടെ. ആൻ പിടിവിടാൻ നോക്കി. ദേവൻ വിടാൻ തയ്യാറല്ല. നിന്റെ കണ്ണിൻ്റെ സൈഡിലെന്താ? എന്തുണ്ടെന്ന്? അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, എന്തോ ഒന്നുണ്ട്. വല്ല പ്രാണിയും കടിച്ച് ചോര കുടിച്ച് നിൽപ്പാണെന്നോ സംശയം. അത് കേട്ടതും ആൻ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി.
നീ ഇങ്ങനെ ബഹളം വെക്കല്ലേ, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞവൻ അവളെ ചേർത്ത് പിടിച്ചു. എന്നിട്ടവൻ അവളുടെ കണ്ണിലേക്ക് ഊതാനും കണ്ണിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ കൈ കൊണ്ട് തൊട്ടു നോക്കാനും തുടങ്ങി. ശരിക്കും അവളുടെ കണ്ണിൽ ഒന്നുമില്ലായിരുന്നു. അന്നേരം പിറകിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്ന ശിവന്യക്ക് രണ്ടുപേരും തമ്മിൽ ഉമ്മ വെക്കുകയാണെന്നേ തോന്നുള്ളൂ. അവനും അതായിരുന്നു വേണ്ടിയിരുന്നത്. മതി, ഇങ്ങനെ ഊതാൻ എൻ്റെ കണ്ണിൽ പൊടി പോയിട്ടൊന്നുമില്ല, ചുമ്മാ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിച്ചോളും എന്നും പറഞ്ഞവൾ അവനിൽ നിന്ന് അകന്നു മാറി കാറിൽ കയറി. ആൻ കയറിയതും ദേവൻ ശിവനെ കാണാൻ പാകത്തിൽ ചുണ്ട് അമർത്തി തുടച്ച് വണ്ടിയിൽ കയറി. ദേവന്റെ വണ്ടി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി. അവർ പോയതും ശിവന്യയുടെ മുഖത്ത് പകയെരിഞ്ഞു. ദേവനെ നഷ്ടപ്പെടുത്തിയതിൽ അവൾക്ക് കുറ്റബോധം തോന്നി. അവൾ ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഹലോ ക്രിസ്റ്റി, നാട്ടിലെത്തിയോ? എന്തുപറ്റി? അവളെ കണ്ടോ? ഇല്ലെന്നോ? അവൾ ഏത് പാതാളത്തിലാണ് പോയി ഒളിച്ചിരിക്കുന്നത്? അവളുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഞാൻ തന്നെ കണ്ടുപിടിക്കുമായിരുന്നു. അവൾ നമ്മുടെ കയ്യിൽ തന്നെ എത്തിച്ചേരും. വിടില്ല ഞാൻ അവളെ. ഇല്ലടാ, അവൻ ഞാൻ എന്ത് പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല. അവൻ്റെ ജീവൻ്റെ ജീവനായ റാമിനെ മോശക്കാരനാക്കി ഒരുപാട് സംസാരിച്ചു നോക്കും. അവനോടുള്ള ദേഷ്യത്തിലെങ്കിലും എന്നെ ആക്സെപ്റ്റ് ചെയ്താലോ എന്ന് കരുതി. എവിടെന്ന്? ദേവനിപ്പോൾ പഴയ ദേവനല്ല. റാം ഈ നാട്ടിൽ കാൽ കുത്തിയാൽ വെട്ടി നുറുക്കൂന്ന്. ചത്തു തുലഞ്ഞ് അവനെ എങ്ങനെ വെട്ടി നുറുക്കാനാ? ചത്തതല്ലല്ലോ, നമ്മൾ കൊന്നതല്ലേ അവൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ. ചത്ത് സ്വർഗത്തിൽ കിടക്കുന്ന അവനെ വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് ഓരോന്നും ചെയ്തത്. അതോടെ ഒന്നും അറിയാത്ത പാവം റാമിനെ ദേവൻ ശത്രു ലിസ്റ്റിന് മുൻപന്തിയിൽ നിർത്തി എന്നും പറഞ്ഞ് ശിവന്യ ക്രൂരമായ ചിരിയോടെ അവരോട് സംസാരം തുടർന്നു. മടക്കേ യാത്രയിലുടനീളം ആനിൻ്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു. ശിവന്യ ഇന്നലെ ഉറക്കത്തിൽ പറഞ്ഞ പേര് ഇത് തന്നെയാണ്. പഴയ കാമുകയാണോ അതോ കല്യാണം ഉറപ്പിച്ച് പെണ്ണോ? ആരായാലും ശരി, നിങ്ങളുടെ അഭിനയം ഒട്ടും കൊള്ളില്ലായിരുന്നു. നിങ്ങൾ ഭയങ്കര ഓവറായിരുന്നു. റൊമാൻസിൽ നിങ്ങൾ ഭയങ്കര വീക്കാണ് കേട്ടോ. പൈങ്കിളി ഡയലോഗ്സ് വിളമ്പാതെ മാസ് ഡയലോഗ് പറയായിരുന്നു. അല്ല, എന്താ പുള്ളിക്കാരിയുടെ തിരിച്ചുവരവിന് പിന്നിൽ? പഴയ കാമുകി പോസ്റ്റ് തന്നെയാണോ അതോ എൻ്റെ സ്ഥാനം തട്ടിത്തെറിപ്പിക്കാനാണോ വന്നത്? പോയി അവളോട് തന്നെ ചോദിക്ക്. ദേവൻ അവളെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. നേരത്തെ പറഞ്ഞിരുന്നേ ഞാൻ ചോദിച്ചേനെ. എന്തായാലും എനിക്ക് പണിയും കൊണ്ടായിരിക്കും അവൾ വന്നിരിക്കുന്നത്. ഒന്ന് വായടക്കുന്നുണ്ടോ? എന്നെ ഉപദ്രവിക്കാൻ ഓരോന്ന് കരുതിക്കൊണ്ട് ഇറങ്ങിയതാണ്. ശല്യം. അവൻ പറഞ്ഞതും പിന്നെ ആൻ ഒന്നും പറയാൻ പോയില്ല. രാത്രി മുത്തശ്ശിയുടെ മുറിയിലേക്ക് ഉറങ്ങാനായി പോവുകയായിരുന്നു ആൻ. അപ്പോഴാണ് ദേവൻ്റെ കോൾ അവളുടെ ഫോണിലേക്ക് വരുന്നത്. അവൻ്റെ നമ്പർ ആ നേരത്തെ കണ്ടതും ആൻ സംശയത്തോടെ കോൾ എടുത്തു. ഹലോ അന്നമ്മോ, ഞാനേ ഒരു വീഡിയോ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞ് മുത്തശ്ശിയോട് പറയണം ഞാനിനി മുതൽ ദേവേട്ടൻ്റെ മുറിയിൽ ഉറങ്ങിക്കോളാന്ന്. എനിക്ക് ദേവേട്ടൻ്റെ നെഞ്ചിൻ്റെ ചൂടേറ്റ് ഉറങ്ങിയാൽ മതിയെന്ന്. മുത്തശ്ശി എതിരൊന്നും പറയില്ല. മുത്തശ്ശി ഹാപ്പി ആവും. എന്നാൽ നോക്കിയിട്ട് പറ. വെക്കട്ടെ? ഇല്ല, ഞാൻ വരില്ല, ഞാനിവിടെ കിടന്നോളാം. നിങ്ങൾക്ക് അന്യൻ കളിക്കാനേ എന്നെ കിട്ടില്ല. അന്നമ്മോ, ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് ബാക്കി തീരുമാനിച്ചാൽ മതി എന്നും പറഞ്ഞവൻ കോൾ കട്ട് ചെയ്തു. ആൻ വാട്സാപ്പ് തുറന്ന് നോക്കിയതും അവളുടെ കണ്ണ് നിറഞ്ഞു. ഇത് വെച്ച് ഇനി ബ്ലാക്ക്മെയിൽ ചെയ്യാനാവും. വൈകുന്നേരത്തെ പെരുമാറ്റം കണ്ടപ്പോൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞതാണ്. മുത്തശ്ശിയും പറഞ്ഞു കുറച്ചുകൂടി തൻ്റെയിടം കാണിച്ചില്ലേ അവന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന്. അതാ താൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലാതെ അങ്ങേരുടെ കൂടെ ടോം ആൻഡ് ജെറി കളിക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു. അയ്യോ, പാവമായി നിന്നാലൊന്നും ദീപേട്ടൻ മാറാൻ പോണില്ലെന്നും ദീപവും പറഞ്ഞു. അങ്ങേരെ ഒന്ന് പറയുമ്പോൾ തിരിച്ച് അതിന് ഇരട്ടി പറയണമെന്ന്. കൊച്ചുമോനെ തോൽപ്പിക്കാനുള്ള ഐഡിയാസൊക്കെയും പറഞ്ഞു തന്നത് മുത്തശ്ശിയാണ്. കൊച്ചുമോനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല, മറിച്ച് അവരുടെ പഴയ ദേവിനെ അവർക്കൊക്കെ വേണമെന്ന് തിരിച്ചു തരുമെന്ന് മുത്തശ്ശിക്ക് വാക്ക് കൊടുത്തതുമാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ ആകെയുള്ള ആശ്വാസം ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ കുറച്ചുനാൾ ഇവിടെ താമസിക്കാം എന്ന് മാത്രമായിരുന്നു. മുത്തശ്ശി വന്നതോടെ മുത്തശ്ശി തൻ്റെ ആരൊക്കെയായി. അതിലൂടെ ദീപനാരായൺ എന്ന മനുഷ്യനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു. മുത്തശ്ശി ആവശ്യപ്പെട്ടത് ഒന്നു മാത്രം, അവനെ ഒരിക്കലും വിട്ടുപോകരുത്. അവനെ സ്നേഹിക്കണം. അവൻ പാവാണ്. ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന താൻ അതും കൂടി തലയിലേറ്റി. താലി സ്വീകരിച്ചത് പൂർണ്ണ മനസ്സോടെയാണ്. പക്ഷെ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവില്ലെന്ന് കല്യാണം കഴിഞ്ഞെന്ന് രാത്രിയോടെ മനസ്സിലായി. ഇതറിഞ്ഞിട്ട് തന്നെയാ പിറ്റേന്ന് രാവിലെ സ്ഥലം വിട്ടത്. പക്ഷെ വീണ്ടും ഇവിടെ എത്തി. അവൾ ഓരോന്ന് ആലോചിച്ച് നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു മുത്തശ്ശിയുടെ അരികിൽ ചെന്ന് പറഞ്ഞു. മുത്തശ്ശി, ദേവേട്ടനാ വിളിച്ചത്. ആൾക്ക് നല്ല തലവേദനയാണെന്ന്. ഒന്ന് ചെല്ലാൻ പറഞ്ഞു. തല മസാജ് ചെയ്യാനാവും. അത് കഴിഞ്ഞ് പെട്ടെന്ന് വന്നോളാം. ആൻ മുത്തശ്ശിക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞു. അത് കേട്ടതും മുത്തശ്ശിക്ക് സന്തോഷമായി. എൻ്റെ കുട്ടിയെ, അവൻ നിന്നെ കെട്ടിയതേ അവൻ്റെ കൂടെ കിടക്കാനാണ്, അല്ലാതെ എനിക്ക് കാവലിന് വേണ്ടിയല്ല. കുട്ടി നിന്ന് പരങ്ങാതെ അങ്ങോട്ട് ചെല്ലേ. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരണമെന്നില്ല. മുത്തശ്ശിക്ക് സന്തോഷമായി എന്നും പറഞ്ഞ് അവരവളുടെ കവളിൽ തട്ടി. എന്നാൽ ഞാൻ അങ്ങോട്ട് എന്നും പറഞ്ഞ് ഞാൻ ദേവിൻ്റെ മുറി ലക്ഷ്യം വെച്ച് നടന്നു. ഡോർ തുറന്ന് കിടപ്പായിരുന്നു. അവളെ കണ്ടതും ദേവ് എഴുന്നേടത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു. വരണം വരൂന്നേ, എന്തിനാ പേടിക്കുന്നത്? അത് കേട്ടതും ആ അകത്ത് കയറി. അന്നേരം അവനോടുള്ള ഇഷ്ടക്കേട് അവളുടെ മുഖത്ത് കാണായിരുന്നു. അന്നെ കൊച്ചു കലിപ്പിലാണല്ലോ. ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ പെണ്ണെ, ഞാനങ്ങ് ഇല്ലാതായി പോവും.
എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്നെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? അന്നമ്മോ, ഞാനതിന് പറഞ്ഞോ നീ എന്നോട് എന്തോ വലിയ തെറ്റ് ചെയ്തെന്ന്? പക്ഷെ ഒരു കുഞ്ഞു തെറ്റ് ചെയ്തില്ലേ എന്ന് പറയാനും പറ്റില്ല. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലേ, അതാണ് ആ ഒരു തെറ്റ്. അത് പോട്ടെ, നമുക്കത് മറക്കാം. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നല്ലേ പറയാറ്? ഞാൻ നേരത്തെ അയച്ച വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും ഈ ആരെയോ ഭയക്കുന്നുവെന്ന്. നീ ഒളിച്ചു നിന്നതും പതുങ്ങി നോക്കുന്നതും ഒക്കെ അതിൽ വ്യക്തമായി കാണും. പക്ഷേ ആരെയാണ് ഭയക്കുന്നതെന്നും അതിനുള്ള കാരണവും എനിക്കറിയില്ല. ഇതിപ്പോൾ എൻ്റെ വണ്ടിയിൽ ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടിയിൽ പോലും ക്യാമറ വെച്ചത്. അതിപ്പോൾ ഗുണമായില്ലേ? ഇനി പറ, നീ ആരെങ്കിലും കൊന്നോ? അന്നെക്കുറിച്ച് പറഞ്ഞോ ദേവേട്ടൻ കൂടെയുണ്ട്? ഒരു കയ്യബദ്ധം മാർഗം പറ്റും. പോലീസിനെ പേടിച്ചിട്ടാണ് നീ വിളിച്ചത്? നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല. പിന്നെ മോഷണം? ഇല്ല. ആൾമാറാട്ടം? ഇല്ലെന്ന്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചതാ? അല്ല. പിന്നെ നീ എന്തിനാ ക്രിസ്റ്റിയെ കണ്ടപ്പോൾ ഒളിച്ചു നിന്നത്? അവനും നീ തമ്മിലുള്ള ബന്ധം എന്താ? ദേവൻ പറഞ്ഞത് കേട്ടതും ആനിൻ്റെ കണ്ണ് മിഴിഞ്ഞു വന്നു. ഞാനെങ്ങനെ അറിഞ്ഞു എന്നാവും? ദേവൻ വിചാരിച്ചാലേ ഇവിടെ എന്തും നടക്കും. മാളിനടുത്ത പാർക്കിംഗ് ഏരിയയിലെ CCTV അതേ ദിവസം അതേ സമയം ഇയാൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സ്വാഭാവികമായും നീ അവനെ കാണാതിരിക്കാനാവും മറന്നു നിന്നത്. ഇനി എനിക്ക് അറിയേണ്ടതേ അതിൻ്റെ കാരണമാണ്. പെട്ടെന്ന് പറ, അത് കേട്ടിട്ട് വേണം എനിക്ക് ബാക്കി പ്ലാൻ ചെയ്യാൻ. തൽക്കാലം ഇയാളോട് എന്തെങ്കിലും കള്ളം പറഞ്ഞ് രക്ഷപ്പെട്ടേ പറ്റൂ. അതും മനസ്സിൽ കരുതി ആൻ പറഞ്ഞു, ശരി ഞാൻ പറയാം. പക്ഷേ നിങ്ങളെന്നെ ഒറ്റിക്കൊടുക്കില്ലെന്ന് എന്താ ഉറപ്പ്? കാര്യം കാണാൻ കഴുതക്കാലി പിടിക്കേണ്ടി വന്നു എന്നത് സത്യ. പക്ഷേ ഒറ്റലും ഒളിഞ്ഞു നോക്കലും എനിക്ക് വശമില്ല. അമ്മാതിരി ചീപ്പ് സ്വഭാവം ഞാൻ ചെയ്യില്ല. ഞാൻ നിന്നെ രക്ഷിക്കാം എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷിച്ചിരിക്കും. പകരം ഇങ്ങോട്ടൊരു കുഞ്ഞു സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ആദ്യം നിന്റെ ട്രാജഡി കേൾക്കട്ടെ എന്നും പറഞ്ഞ് അവൻ ബെഡിലിരുന്നു. നിന്ന് കാല് കഴക്കണ്ട. ഇവിടെ ഇരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത്തിരി നീങ്ങിയിരുന്നാൽ മതി. ആളുടെ സംസാരത്തിൽ സന്തോഷവും പരിഹാസവും കലർന്നിരുന്നു. അതിൻ്റെ കാരണം അവൾക്ക് മനസ്സിലായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ചവൾ ബെഡിൻ്റെ ഒരറ്റത്തിരുന്നു വായിൽ വന്ന ഒരു നുണക്കഥ അങ്ങ് പറയാൻ